റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം വ്യാഴാഴ്ച വൈകിട്ട് 3:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ടി.ഐ. മധുസൂദനൻ MLA, ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ കെ. പത്മകുമാർ IPS, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 2009 ജനുവരി 4 പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ നിലവിൽ വന്നത്. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനു വേണ്ടി 2021 മാർച്ചിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചത്. പെരിങ്ങോം വൈക്കര, എരമംകുറ്റൂർ, കാങ്കുലാലപ്പടമ്പ, ഈസ്റ്റളേരി, വെസ്റ്റളേരി, കയ്യൂർ, ചേമേനി, കടന്നപ്പള്ളി, പാണപ്പുഴ, ബളാൽ പഞ്ചായത്തുകളിലാണ് സ്റ്റേഷൻ്റെ പ്രവർത്തന പരിധി. നിലവിൽ 33 ജീവനക്കാരും 12 ഹോം ഗാർഡുമാരും ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. 2 മൊബൈൽ ടാങ്കർ യൂണിറ്റ്, ഒരു ബൊലേറോ, ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നീ വാഹനങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം വ്യാഴാഴ്ച വൈകിട്ട് 3:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ടി.ഐ. മധുസൂദനൻ MLA, ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ കെ. പത്മകുമാർ IPS, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ, പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, ജില്ലാ ഫയർ ഓഫീസർ SK ബിജുമോൻ, സ്റ്റേഷൻ ഓഫീസർ PV അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത്യാവശ്യമായി വേണ്ട ചില സംവിധാനങ്ങൾ ഈ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നില്ല. അതിന് ഫലമായി ഈ ഉദ്ഘാടനം നിന്നുപോയി. വീണ്ടും നമ്മുടെ MLA ശ്രീ ടി. മധുസൂദനന്റെ ശ്രമകരമായി 26 ലക്ഷം രൂപ കൂടി അഡീഷണലായി അനുവദിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത്. അന്ന് അത്യാവശ്യം പരിഹരിക്കേണ്ടതായ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം, അഗ്നിസുരക്ഷാ വിഭാഗം എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റാണ്. നിരവധിയായ സഹായങ്ങൾ, പ്രകൃതി ദുരന്തമാവട്ടെ, മറ്റ് വാഹനാപകടങ്ങളാവട്ടെ, അത്യാവശ്യം നമ്മുടെ കിണറിൽ ഒരു വളർത്തുമൃഗം വീഴുന്നതാവട്ടെ, ഇനി അവസാനം നമ്മുടെ ഒരു കൊച്ചു കുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ മോതിരം ഊരാൻ പറ്റാതെ ഇറുകിപ്പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ ആ ഒരു വീണ്ടെടുക്കുന്നത് വരെ നമ്മുടെ ഈ സേവനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. 7 പഞ്ചായത്തുകളാണ് ഇവിടെ പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ ഒരു അധികാര പരിധിയിൽ കൂടി 7 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നത്. ഈ 7 പഞ്ചായത്തുകളിലും രാത്രിയെന്നോ പകലെന്നോ സമയം നോക്കാതെ കഴിഞ്ഞ അധിവർഷകാലത്തെല്ലാം ഏറ്റവും നല്ല സേവനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ 22-ാം തീയതി 3:30 മണിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയാണ്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 3:30 മണിക്ക് ഉദ്ഘാടനത്തിന് നല്ല ഒരു ജനപങ്കാളിത്തം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ നിലയിലും ഇനിയും കുറച്ചുകൂടി ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചില ആക്ഷേപങ്ങൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ സമയം അന്നേരെ വെച്ച് ഞാൻ പ്രൊട്ടക്ഷൻ എന്നോട് പോകാൻ ഉദ്ദേശിക്കുകയും ഞാൻ എല്ലാ സ്റ്റേഷനിലും 10 ജീവനക്കാരുമായിട്ട് നമ്മൾ അവിടെ ചെന്ന് രാവിലെ ഒരു 10 മണിയോടെ കൂടി ചേർന്നു. അന്നത്തെ ദിവസം നമ്മൾ അവിടെ വയനാട്ടിലെ ദുരന്തപ്പെട്ടവരെ നമ്മൾ ആക്റ്റീവായിട്ട് സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.